UDFിലെ ഒരു ഘടകകക്ഷിയാണ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ RSP. അതിൻ്റെ ഏക MP ആണ് NK പ്രേമചന്ദ്രൻ. എന്നാൽ കേരള നിയമസഭയിൽ കഴിഞ്ഞ 10 കൊല്ലത്തോളമായി RSPക്ക് സാന്നിധ്യം പോലും ഇല്ല. RSPയിലെ ബോൾഷെവിക് വിഭാഗത്തിലായിരുന്നു ഷിബു ബേബി ജോൺ ലയനത്തിന് മുമ്പ് വരെ. എന്നാൽ NK പ്രേമചന്ദ്രൻ ഇടതുപക്ഷം വിട്ട് UDFിലേക്ക് ചേക്കേറിയതോടുകൂടി ഔദ്യോഗിക ഘടകവും ബോൾഷെവിക് വിഭാഗവും ഒരുമിക്കുകയും അതിൻ്റെ ഭാഗമായി RSP വിശാല നേതൃത്വം ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ടും UDFിനകത്ത് നിന്നുകൊണ്ട് അവർക്ക് നേട്ടമൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും RSPക്ക് വേണ്ടി ചവറയിൽ മത്സരിച്ച മുൻ മന്ത്രിയായ ഷിബു ബേബി ജോൺ ദയനീയമായി പരാജയപ്പെടുന്ന സാഹചര്യമാണ് കണ്ടത്. ഇതോടുകൂടിയാണ് ഇപ്പോൾ NK പ്രേമചന്ദ്രനെ ചവറയിൽ ഇറക്കാൻ ഒരു നിർദ്ദേശം എന്ന രീതിയിലേക്ക് വരുത്തുന്നത്. പകരമായി കൊല്ലം പാർലമെൻറ്റിൽ ഒഴിവരുന്ന സീറ്റ് അത് തിരികെ കോൺഗ്രസ് ഏറ്റെടുക്കട്ടെ, പകരമായി RSPക്ക് ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്താൽ മതിയാകും എന്നൊരു നിർദ്ദേശത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഒരുപക്ഷെ കൊല്ലം കോർപ്പറേഷനിലടക്കം RSP കൃത്യമായി വലിയ രീതിയിൽ നേട്ടം നെയ്തെടുക്കാൻ പദ്ധതിയിടുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും RSPക്ക് കാര്യമായ വോട്ട് ഷെയർ കിട്ടിയില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന പാർട്ടി യോഗത്തിൻ്റെ തീരുമാനമാണ് ഏറെ പ്രസക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 2014 തെരഞ്ഞെടുപ്പിലും 19ലും 24ലും NK പ്രേമചന്ദ്രൻ തന്നെയാണ് കൊല്ലത്ത് RSPക്ക് വേണ്ടി മത്സരിച്ച് വിജയിച്ചത്. ആദ്യ തവണ 2014 മത്സരിക്കുമ്പോൾ അദ്ദേഹം മുൻകാലത്ത് MP ആയിട്ടുള്ളതിൻ്റെ പരിചയം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. അദ്ദേഹത്തിനെതിരെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ നടത്തിയ പരനാറി പ്രയോഗം ഉൾപ്പെടെ വലിയ രീതിയിൽ അത് നെഗറ്റീവ് വോട്ടായി മാറി എന്നുള്ളതാണ് സത്യം. അദ്ദേഹം 38,000-ഓളം വോട്ടുകൾക്കാണ് അന്ന് പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബിയെ പരാജയപ്പെടുത്തിയതും 2014 അദ്ദേഹം വിജയിച്ചതിന് ശേഷം CPIM ഏറെ അസ്വസ്ഥരാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹത്തിനെ സംഘപരിവാറിൻ്റെ തൊഴുത്തിൽ കെട്ടാൻ CPIM തലങ്ങും വിലങ്ങും ശ്രമിച്ചു നോക്കി എന്നുള്ളത് ശരിയാണ്. എന്നിട്ടും അതൊന്നും കൊല്ലത്ത് ഏശിയതുപോലുമില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയായ KN ബാലഗോപാലായിരുന്നു CPIMൻ്റെ കൊല്ലം സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനെ 1.5 ലക്ഷം വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് തുടർച്ചയായി അദ്ദേഹം വീണ്ടും പാർലമെൻറ്റിലേക്ക് ജയിച്ചു കയറിയത്. 2024ലും ആ വിജയം ആവർത്തിക്കപ്പെട്ടു. അദ്ദേഹം മുൻപും കൊല്ലത്ത് 1996 മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിന് പാർലമെൻ്ററി എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതും രാജ്യസഭാ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമായി തന്നെ നിലനിൽക്കുകയാണ്. കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനായ NK പ്രേമചന്ദ്രൻ്റെ ആ ഒരു കഴിവിനെ കൃത്യമായും BJP വരെ പ്രശംസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിനെയാണ് സംഘപരിവാറുമായി സഹകരിക്കുന്നു എന്ന ലേബലിൽ ഒട്ടിക്കാൻ CPIM വലിയ കളികൾ കളിച്ചത്.